പുരടസുന്ദര കദംബ സന്ദീപിത സദാ ഹൃദയ കന്ദരേ സ്ഫുരതു വാശചീനന്ദന. ഇതില് ഇനി അടുത്ത 2 ശ്ലോകങ്ങളില് മഹാപ്രഭു അവതരിക്കാനുണ്ടായ 2 കാരണങ്ങൾ, അതായത് ബാഹ്യ കാരണം, ആന്തരിക കാരണങ്ങൾ, ഇതിനെ കുറിച്ചാണ് നമ്മൾ 5ഉം 6ലും പഠിക്കാൻ പോകുന്നത്. ഇവിടെ പറയുന്നത് എന്താണ്, എന്തിനു വേണ്ടി, അതായത് ആശീർവാദ് പറഞ്ഞാല് അനുഗ്രഹം. ഈ ചൈതന്യ ചരിതാമൃതം എന്ന് പറയുന്ന ഗ്രന്ഥം ആരൊക്കെ വായിക്കുന്നോ പഠിക്കുന്നോ മനസ്സിലാക്കുന്നോ അവർക്ക് മഹാപ്രഭുവിന്റെ, അവരുടെ ഹൃദയത്തിന്റെ കന്തരങ്ങളിൽ പറഞ്ഞാല് ഉള്ളറകളില് മഹാപ്രഭു ശചീനന്ദനായ ശ്രീ ചൈതന്യ മഹാപ്രഭു എന്നും വാഴട്ടെ എന്ന് ഗ്രന്ഥകാരനെ അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത് പഠിതാക്കളെ. മഹാപ്രഭു എങ്ങനെ അവതരിച്ചു? അത് ഉരുകിയ സ്വർണത്തിന്റെ തിളക്കത്തോടെയാണ് മഹാപ്രഭു, എന്ന് വെച്ചാൽ രാധാറാണിയുടെ നിറവും ഭാവവും സ്വീകരിച്ചുകൊണ്ടാണ്, അതേ വികാരങ്ങളും സ്വീകരിച്ചുകൊണ്ടാണ് ശ്രീ ചൈതന്യ മഹാപ്രഭുവായിട്ട് ശ്രീകൃഷ്ണ ഭഗവാന് ഗൗഡദേശത്തില് ബംഗാളില് അവതരിച്ചത്. ഈ കലിയുഗത്തില് എല്ലാവർക്കും കരുണ കൊടുക്കാനായിട്ട്, ഭഗവാന്റെ കരുണ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ കരുണ ആരും ഇതേവരെയും കൊടുത്തിട്ടില്ല. നമുക്കറിയാം 5000 വർഷങ്ങൾക്ക് മുൻപ് ശ്രീകൃഷ്ണ ഭഗവാന് വൃന്ദാവനത്തിൽ അവതരിച്ചു. പക്ഷേ ശ്രീകൃഷ്ണ ഭഗവാൻ ഒരു കണ്ടീഷൻ വെച്ചു, ഇല്ലേ? എന്താണത്? ആരൊക്കെ എന്നിൽ പരിപൂർണമായിട്ട് സമർപ്പിതരാകുന്നുവോ അവരെ ഞാൻ രക്ഷിക്കാം എന്നാണ് ഭഗവാൻ പറഞ്ഞത്. പരിപൂർണമായിട്ട് സറണ്ടർ ചെയ്യണം, ഭഗവാന് ശരണാഗതി അടയണം. പക്ഷേ മഹാപ്രഭു ഒരു കണ്ടീഷന് വെച്ചില്ല. ആരൊക്കെ മഹാപ്രഭുവിന്റെ മുന്നിൽ, അത് മനുഷ്യരായിക്കോട്ടെ പക്ഷിമൃഗാദികളായിക്കോട്ടെ, അവർക്കെല്ലാം കരുണ ചൊരിഞ്ഞു. ആ കൃഷ്ണ പ്രേമം വാരിക്കോരി കൊടുത്തു. നമുക്കറിയാം ശ്രീ ചൈതന്യ മഹാപ്രഭു ജാർഖണ്ഡിലെ വനാന്തരങ്ങളിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അവിടെയുള്ള വന്യമൃഗങ്ങള് മഹാപ്രഭുവിന്റെ മുന്നില് തിരുനാമം ജപിച്ചുകൊണ്ട് അകമ്പടി സേവിക്കുമായിരുന്നു. ആ വനത്തിൽ നിന്ന് പുറത്ത് കടക്കുന്നത് വരെ വന്യമൃഗങ്ങളെ കാണുമ്പോൾ എല്ലാവരും പേടിച്ചോടുക ചെയ്യുക. പക്ഷെ മഹാപ്രഭു അവരെ കൊണ്ട് തിരുനാമം ജപിപ്പിച്ചു. അങ്ങനെ എല്ലാവർക്കും മഹാപ്രഭുവിന്റെ മുന്നിൽ ആരൊക്കെ വന്നു പെട്ടുവോ അവർക്കെല്ലാം തന്നെ കൃഷ്ണ പ്രേമം വാരിക്കോരി കൊടുക്കുകയാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു ചെയ്തത്. അതായത് യോഗ്യതയുണ്ടോ ഇല്ലയോ എന്നൊന്നും നോക്കിയില്ല. നമുക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു യോഗ്യതയും ഇല്ല. പക്ഷെ നമ്മളെ പോലെയുള്ള പതിതാത്മാക്കളെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു ഈ കലിയുഗത്തില് അവതരിച്ചത്. ആ തിരുനാമം, ഗോലോകത്തിലെ താരക മന്ത്രമാണ് തിരുനാമം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇത് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി, ഭഗവത് പ്രേമം കൊടുക്കാൻ വേണ്ടി എല്ലാവർക്കും. അത് പാത്രേന വിചാര എന്നാ പറയുന്നത്. യോഗ്യതയുണ്ടോ ഇല്ലയോ എന്നൊന്നും മഹാപ്രഭു നോക്കിയില്ല. അതിനാണ് നമ്മള് പഞ്ചതത്വം തിരുനാമം ജപിക്കുന്നതിന് മുമ്പ് പഞ്ചതത്വം മന്ത്രം ജപിക്കുന്നത്. കാരണം പഞ്ചതത്വം മന്ത്രം ജപിച്ചിട്ട്, അതായത് ജയ ശ്രീകൃഷ്ണ ചൈതന്യ, അത് ജപിച്ചിട്ട് നമ്മൾ തിരുനാമം ജപിക്കുകയാണെങ്കിൽ നമ്മുടെ അപരാധങ്ങള് പൊറുക്കും. അപ്പം നമ്മൾ ആ നാമം ജപിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം നമുക്ക് കിട്ടും. കാരണം എന്താ? അത്രയ്ക്ക് കാരുണ്യവാനാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു. പഞ്ചതത്വ പൊതുവെ നമുക്ക് കാണാം, ഇനി വരുന്ന അധ്യായങ്ങളിൽ ഓരോരുത്തരെയും കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട് പഞ്ചതത്വയില്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത്രമാത്രം കാരുണ്യമാണ് നമ്മളെ പോലുള്ളവരില് അവർ. അപ്പൊ അങ്ങനെ ഒരു അവതാരവും നൽകാത്ത കൃഷ്ണപ്രേമം സൗജന്യമായിട്ട് ഒരു ഉപാധികളും ഇല്ലാതെ എല്ലാവർക്കും വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കലിയുഗത്തില് ശ്രീ ചൈതന്യ മഹാപ്രഭുവായിട്ട് ശ്രീകൃഷ്ണ ഭഗവാന് അവതരിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. രാധ, ഞാൻ ചൊല്ലിത്തരാ, ഏറ്റു ചൊല്ലണം. പിന്നെ നിങ്ങൾ ഓരോരുത്തരായിട്ട് ചൊല്ലണം. രാധാ കൃഷ്ണ പ്രണയ വികൃതേ ശക്തിരസ്മാത് ആത്മാനോ അപി ഭുവി പുരാ ദേഹഭേദം ഗദൗ തൗ ചൈതന്യാഖ്യം പ്രകടമധുന
ചൈതന്യാഖ്യം പ്രകടനം മദനാ തദ്വയം ചൈക്യമാപ്തം രാധാഭാവദ്യുതി സുവലിതം സ്വരൂപം രാധാകൃഷ്ണ പ്രണയ വികൃതിർഹ്ലാദിനി ശക്തിരസ്മാത് ഏകാത്മനോ അഭിഭുവി പുരാ ദേഹഭേദം ഗദൗ തൗ ഖ്യം പ്രകടമധുനാ തദ്വയം ചൈക്യമാപ്തം ഭാവദ്യുതി സുവലിതം നൗമി കൃഷ്ണസ്വരൂപം സമയം കളയാതെ വേഗം വേഗം ചൊല്ലൂ. രാധാകൃഷ്ണ പ്രണയ വികൃതിർഹ്ലാദിനി ശക്തിരസ്മാത് ഏകാത്മാനൗ അഭിഭുവി പുര ദേഹഭേദം ഗദൗ തൗ ചൈതന്യാഖ്യം പ്രകടമധുനാ തദ്വയം ചൈക്യമാപ്തം രാധാഭാവദ്യുതിസ്വലിതം നൗമി കൃഷ്ണസ്വരൂപം. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. രാധാകൃഷ്ണ പ്രണയ വികൃതിർഹ്ലാദിനി ശക്തിരസ്മാ ഏകാത്മനൗ അഭിഭുവി പുരാ ദേഹഭേദം ഗദൗ തൗ ചൈതന്യാഖ്യം പ്രകടമധുനാ തദ്വയം ചൈക്യമാപ്തം രാധാഭാവദ്യുതി സുവലിതം നൗമി കൃഷ്ണസ്വരൂപം. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഇനി വേർഡ് ടു വേർഡ് മീനിങ്. രാധ ശ്രീമതി രാധാറാണി. കൃഷ്ണ കൃഷ്ണന്റെ. പ്രണയത്തിന്റെ. വികൃതി രൂപാന്തരണം. ഹ്ലാദിനി ശക്തി ആനന്ദശക്തി. അസ്മാത് ഇതിൽ നിന്ന്. ഏകാത്മനൗ വ്യക്തിത്വത്തിൽ ഇരുവരും ഒരുപോലെ. അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഏക ആത്മനവും എന്നാണ്. അവിടെ ഗ്യാപ്പിന്റെ ആവശ്യമില്ല, ഒറ്റ വാക്കാണ് ഏകാത്മനവും. അപി എങ്കിലും. ഭുവി ഭൂമിയിൽ. പുര അനാദിയായ, അതായത് പണ്ടുകാലം മുതലേ. ദേഹഭേദം പ്രത്യേക രൂപങ്ങൾ. ഗതൗ നേടി. തൗ അവർ രണ്ടും. ചൈതന്യ ആഖ്യം അവിടെ ഗ്യാപ്പ് വേണം, അതൊരു ചെറിയ ഹൈഫനോ എന്തെങ്കിലും ഇട്ടാൽ മതി. ചൈതന്യാഖ്യം ശ്രീ ചൈതന്യൻ എന്നറിയപ്പെടുന്ന. പ്രകടം പ്രത്യക്ഷമായി. അധൂന ഇപ്പോൾ. തദ്വയം അവർ ഇരുവരുടെയും. ച ഐക്യം യോജിപ്പ്. ആപ്തം നേടി. രാധ ശ്രീമതി രാധാറാണിയുടെ. ഭാവ മനോഭാവം. ദ്യുതി ദീപ്തി. സുവലിതം മനോഹാരിതയോടുകൂടിയ അല്ലെങ്കിൽ അലങ്കരിക്കപ്പെട്ട. നൗമി ഞാൻ നമിക്കുന്നു. കൃഷ്ണ സ്വരൂപം കൃഷ്ണനിൽ നിന്ന് അഭിന്നനായ കൃഷ്ണനിൽ നിന്നും അഭിന്നനായ അദ്ദേഹത്തിനെ പറയില്ല, അത് തിരുത്തി അവിടുന്നിനെ നാക്കണം. ഇനി വിവർത്തനം ശ്രീല പ്രഭുപാദരുടേത്. ശ്രീല പ്രഭുപാദ് കി ജയ്. ശ്രീ രാധാകൃഷ്ണന്മാരുടെ പ്രേമ വ്യവഹാരങ്ങൾ ഭഗവാന്റെ അന്തരംഗ ഹ്ലാദിനി ശക്തി, ഹ്ലാദിനി ശക്തിയുടെ അതീന്ദ്രിയ ആവിഷ്കാരങ്ങളാകുന്നു. ഇവിടെ ആവിഷ്കാരങ്ങൾ എന്നേ ഉള്ളൂ, അതീന്ദ്രിയ കൂടി ചേർക്കണം. അതീന്ദ്രിയ ആവിഷ്കാരങ്ങളാകുന്നു. ശ്രീ രാധയും കൃഷ്ണനും മൗലികമായി ഒരേ വ്യക്തിത്വം തന്നെയെങ്കിലും അവർ കാലാതീതമായി പറഞ്ഞാൽ പണ്ടേ അല്ലെങ്കിൽ മുൻപ് രണ്ടായി രൂപഭേദം കൊണ്ടു. ഇപ്പോഴിതാ ആ രണ്ട് ദിവ്യ വ്യക്തിത്വങ്ങളും ശ്രീകൃഷ്ണ ചൈതന്യനായി വീണ്ടും ഒന്നിച്ചിരിക്കുന്നു. ഇപ്രകാരം ശ്രീമതി രാധാറാണിയുടെ മേനി നിറവും മനോഭാവവും സ്വീകരിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ ഞാൻ പ്രണമിക്കുന്നു എന്നാണ് ഗ്രന്ഥ രചയിതാവ് പറയുന്നത്. അപ്പം ഈ 5-6 ശ്ലോകങ്ങളിലെ മഹാപ്രഭു അവതരിക്കാനുണ്ടായ 2 കാരണങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. 5-ാമത്തെ ശ്ലോകത്തില് ആ ഗൗരതത്വം, ചൈതന്യ തത്വത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പം നമുക്കറിയാം രാധയും കൃഷ്ണനും ഒന്നാണ്, ഇല്ലേ?
അവര് എന്തിനു വേണ്ടിയിട്ടാണ് രണ്ടായത്? ലീലകൾക്ക് വേണ്ടിയിട്ട്, ആനന്ദിക്കാൻ വേണ്ടിയിട്ടാണ് അവര് രണ്ടായത്. ഭഗവാന് സ്വയം ആനന്ദം അനുഭവിച്ചാൽ പോരാ എന്ന് തോന്നിയപ്പോൾ ഭഗവാന്റെ ഹൃദയത്തിൽ നിന്നും ആ ഭഗവാന്റെ ഹ്ലാദിനി ശക്തി അത് മൂർത്തി രൂപം പൂണ്ട് ഒരു പെൺകുട്ടിയായിട്ട് മാറി. അത് പുറത്തു വന്ന ഉടൻ തന്നെ എന്താ ചെയ്തത്? ഓടിപ്പോയി പൂക്കൾ പറിച്ചു കൊണ്ടുവന്ന് ഭഗവാന്റെ പാദത്തിൽ വെച്ചിട്ട് ഭഗവാനെ നമസ്കരിച്ചു. അതാണ് രാധാറാണി. ആ ഹ്ലാദിനി ശക്തിയാണ്, ഭഗവാന്റെ പ്ലഷർ പൊട്ടൻസിയാണ് രാധാറാണി. ആ പ്ലഷർ പൊട്ടൻസിയുടെ ആനന്ദ ശക്തിയുടെ മൂർത്തിമത് ഭാവമാണ് രാധാറാണി എന്ന് പറയുന്നത്. അപ്പൊ ഭഗവാന്റെ ആ മാധുര്യ ലീലകൾ എന്ന് പറയുന്നത് ഭഗവാന്റെ അന്തരംഗ ശക്തിയിലൂടെയാണ് നിർവഹിക്കപ്പെടുന്നത്, അത് പ്രകടമാകുന്നത്. ശരിക്കും പറഞ്ഞാല് രാധ കൃഷ്ണൻ നഹി അന്യ, രാധാകൃഷ്ണന്മാര് രണ്ടു പേരല്ല, അവര് ഒരാത്മാവ് തന്നെയാണ്. രണ്ട് ശരീരമാണെന്ന് തോന്നിക്കുമെങ്കിൽ അവര് ഒരേ ആത്മാവാണ്. പല യുഗങ്ങളിലും അവര് രണ്ടായിട്ട് രൂപം കൊണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രകടമായിട്ടുണ്ട്. പക്ഷെ ഈ കലിയുഗത്തില് അവര് വീണ്ടും ഒന്നായി, രാധാകൃഷ്ണന്മാര് ഒന്നായിട്ടാണ് ശ്രീ ചൈതന്യ മഹാപ്രഭുവായിട്ട് അവതരിച്ചിരിക്കുന്നത്. ആ രാധാറാണിയുടെ ഭാവത്തില് രാധാറാണിയുടെ ആ ഭാവം സ്വീകരിച്ചുകൊണ്ട് ആ ആനന്ദശക്തി, ആ സൗന്ദര്യം ആവാഹിച്ചുകൊണ്ടാണ് ശ്രീ ചൈതന്യ മഹാപ്രഭുവായിട്ട് ഈ കലിയുഗത്തില് പ്രകടമായിരിക്കുന്നത്. അപ്പം ആരാണ് മഹാപ്രഭു എന്നാണ് ഈ 5ാമത്തെ ശ്ലോകത്തിൽ കൂടി നമ്മൾ മനസ്സിലാക്കുന്നത്. രാധാകൃഷ്ണന്മാർ അവരുടെ ലീലകളെല്ലാം പ്രദർശിപ്പിക്കുന്നത് എങ്ങനെയാണ്? ആ ഭഗവാന്റെ അന്തരംഗ ശക്തിയിലൂടെയാണ്. ആ ഭഗവാന്റെ അന്തരംഗ ശക്തി, അതായത് രാധാ തത്വം മനസ്സിലാക്കുക വളരെ ബുദ്ധിമുട്ടാണ്, ദുർഗ്രാഹ്യമായിട്ടുള്ളൊരു വിഷയമാണ്. ഭഗവാൻ ആരാണ് എന്താണ് എന്ന് മനസ്സിലാക്കാതെ, അതായത് കൃഷ്ണ തത്വം മനസ്സിലാക്കാതെ നമുക്ക് രാധാ തത്വം മനസ്സിലാക്കാൻ സാധിക്കില്ല. ഭഗവാൻ ഈ ഭൗതിക ലോകത്തില് നമ്മളെ പോലെ ആനന്ദം അനുഭവിക്കാൻ ശ്രമിച്ചില്ല. ഭൗതിക ലോകത്തില് ശ്രീകൃഷ്ണ ഭഗവാൻ വൃന്ദാവനത്തിൽ അവതരിച്ചു, പക്ഷെ ഭൗതിക ആസ്വാദനം നടത്തിയില്ല ഭഗവാന്. ആ ഭഗവാന്റെ ആനന്ദം അനുഭവിക്കാനുള്ള പ്രവണത, ആ വീര്യം നമ്മളുടെ ഉള്ളിലും ഉണ്ട്. അതുകൊണ്ട് പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മളുടെ ആനന്ദ ശക്തി നമ്മൾ ഭൗതികമായിട്ട് വിനിയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഭൗതിക ലോകത്തിൽ ഏതെല്ലാം വഴിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആനന്ദം കിട്ടും, അതിനുള്ള പലതരത്തിലുള്ള ഉപാധികൾ തേടിയാണ് നമ്മൾ കഴിയുന്നത്, ഇല്ലേ? പക്ഷെ ഭഗവാൻ അങ്ങനെയല്ല. ഭഗവാന്റെ ആനന്ദ ശക്തി ഉപയോഗിച്ച് ഭഗവാൻ ആനന്ദം അനുഭവിക്കുകയാണ്, അതീന്ദ്രിയമായിട്ടുള്ള ആനന്ദം അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മളും ആ വഴിക്ക് ആധ്യാത്മിക പാതയിലൂടെ മുന്നേറിയാൽ നമുക്കും ആ അതീന്ദ്രിയ ആനന്ദം അനുഭവിക്കാന് നമുക്കും സാധിക്കും. പക്ഷെ നമ്മൾ അതിന് ശ്രമിക്കുന്നില്ല. കൃഷ്ണന്റെ ആനന്ദവീര്യത്തിന്റെ വിഷയം എന്താ? രാധാറാണിയുടെ രൂപത്തില് പ്രകടമാകുകയാണ് ചെയ്തത്. പിന്നീട് അവര് തമ്മില് ലീലകളില് ഏർപ്പെട്ട് അവരെ ആനന്ദം പരസ്പരം അനുഭവിച്ചു. പക്ഷെ ഭഗവാന് വേറൊരു ശക്തി കൂടിയുണ്ട്, ഇല്ലേ? ബഹിരംഗ ശക്തി, അതായത് മായ. പക്ഷെ എന്നിട്ടും ഭഗവാൻ ആ ബഹിരംഗ ശക്തിയില് ആനന്ദം അനുഭവിക്കാൻ ശ്രമിച്ചോ? ഒരിക്കലുമില്ല. കാരണം ഭഗവാൻ മായാതീതനാണ്, ത്രിഗുണങ്ങളാൽ ബന്ധിക്കപ്പെടുന്നില്ല ഭഗവാൻ. നമ്മൾ അങ്ങനെയല്ല. നമ്മള് ത്രിഗുണങ്ങളിൽ, നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ വരുമ്പോൾ, ജനിക്കുമ്പോഴേ നമ്മൾ ത്രിഗുണങ്ങൾക്ക് വിധേയരാകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഭഗവാന് തൻ്റെ ആന്തരികമായിട്ടുള്ള ആനന്ദം അത് പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് രാധാറാണിയുടെ രൂപത്തില് സ്വയം പ്രകടമാകുകയാണ് ചെയ്തത്. അത് ഭഗവാന്റെ എല്ലാ വിസ്തരണങ്ങളിലും ഒക്കെ വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠം, സർവപ്രധാനമായിട്ടുള്ളത് ഈ ആനന്ദശക്തിയാണ്, അതായത് രാധാറാണിയാണ്. ശരിക്കും പറഞ്ഞാല് രാധയും കൃഷ്ണനും ഒന്നാണ്. രാധാറാണിയും കൃഷ്ണനും ഒന്ന് തന്നെയാണ്. നമ്മൾ മനസ്സിലാക്കിയതാണ്. ശക്തിയും ശക്തിമാനും തമ്മിൽ വ്യത്യാസമുണ്ടോ? ഇല്ല. പക്ഷെ ശക്തി ഇല്ലാതെ ശക്തിമാനും നിലനിൽപ്പില്ല. അതുപോലെ ശക്തിമാൻ ഇല്ലാതെ ശക്തിക്കും നിലനിൽപ്പില്ല. അതുപോലെ രാധയില്ലാതെ കൃഷ്ണനില്ല, കൃഷ്ണനില്ലാതെ രാധയുമില്ല. അതുകൊണ്ട് ആണ് ഇപ്പൊ വൈഷ്ണവര്, നമ്മളുടെ തത്വശാസ്ത്രം അതാണ്.
അപ്പം പരമപ്രഭുവിന്റെ ശ്രീകൃഷ്ണ ഭഗവാന്റെ പരമദിവ്യോത്തമ പുരുഷന്റെ ആ ആന്തരിക ആനന്ദം എന്ന് പറയുന്നത് രാധാറാണി. ആ രാധാറാണിയെ നമ്മൾ ആരാധിക്കുന്നത് ഇതുകൊണ്ടാണ്. അതിനെ നമസ്കരിക്കുകയും നമ്മൾ പൂജിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാനും ഭഗവാന്റെ ആനന്ദ ശക്തിയും കൂടി എപ്പോഴും രാധാകൃഷ്ണന്മാരെന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അവരൊന്നാണ് അല്ലെ? രാധയും കൃഷ്ണനും ഒന്നാണ്. അവര് സ്വയം ആനന്ദം അനുഭവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അവര് രണ്ടായിട്ട് മാറുന്നു. കൃഷ്ണൻ തന്നെ രാധാറാണി, കൃഷ്ണന്റെ ഹ്ലാദിനി ശക്തി മൂർത്തിഭാവം കൊണ്ട് രാധാറാണിയായിട്ട് മാറുന്നു. രാധയും കൃഷ്ണനും തമ്മിലുള്ള ആധ്യാത്മികമായിട്ടുള്ള പ്രേമവിനിമയം, ആ ലവിങ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ അന്തരംഗ ശക്തിയുടെ, ആ ഹ്ലാദിനി ശക്തിയുടെ പ്രദർശനമാണ്. ആ ഒറിജിനൽ എന്താ പറയുന്നത്, യഥാർത്ഥത്തിലുള്ള പ്രദർശനമാണ് അവിടെ നടക്കുന്നത്. അപ്പം നമുക്കൊരു സംശയം വരാം ഇല്ലേ? എന്താണ് ആ സംശയം? ഇതെപ്പോൾ സംഭവിച്ചു എന്ന്. ഇങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാൻ ലീലകൾ നടത്തി ആനന്ദം അനുഭവിക്കാൻ ആഗ്രഹിച്ചപ്പോൾ ഭഗവാന്റെ ഹൃദയത്തിൽ നിന്നും ആ ഹ്ലാദിനി ശക്തി മൂർത്തിഭാവം കൊണ്ട് പ്രകടമായി എന്ന് പറഞ്ഞു. അപ്പം സംശയം നമുക്ക് തോന്നാം, നമ്മൾ സംശയിക്കും തീർച്ചയായിട്ടും ഇതൊക്കെ എപ്പോൾ നടന്നു എന്ന് ഇല്ലേ? ഇതെങ്ങനെ സംഭവിച്ചു, എപ്പോൾ നടന്നു എന്ന് നമ്മൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കും. പക്ഷെ അതിന് ഉത്തരം നമുക്കറിയില്ല. കാരണം നമുക്ക് കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച്, കഴിഞ്ഞു പോയ ജന്മങ്ങളെ കുറിച്ചൊന്നും നമുക്കറിയില്ല. നമ്മൾ കണ്ടു, ഭഗവത്ഗീതയിലെ ഭഗവാൻ അർജുനനോട് പറയുന്നുണ്ട്, നീ ഞാനും പല ജന്മങ്ങളിൽ ഒരുമിച്ചുണ്ടായിരുന്നു, പക്ഷെ നിനക്കതൊന്നും ഓർമ്മയില്ല, എനിക്കത് ഓർമ്മയുണ്ട് എന്ന്. എന്തുകൊണ്ടാണ് നമുക്കൊന്നും ഓർമ്മയില്ലാത്തത്? നമ്മൾക്ക് ഓരോ ജന്മത്തിലും പലവിധ ശരീരങ്ങളെ സ്വീകരിക്കേണ്ടി വരുന്നു, നമുക്ക് ജന്മങ്ങൾ എടുക്കേണ്ടി വരുന്നു. ഓരോ ജന്മത്തിലും നമുക്ക് പല തരത്തിലുള്ള ശരീരങ്ങളാണ് കിട്ടുന്നത്. അപ്പൊ അതിനനുസരിച്ച് കർമ്മങ്ങളും വ്യത്യസ്തമാണ്. പക്ഷെ ഭഗവാൻ അനാദിയാണ്. ഭഗവാൻ അങ്ങനെ ശരീരം സ്വീകരിക്കേണ്ടി വരുന്നില്ല. എല്ലാത്തിനും ഉപരിയായിട്ട് കാലങ്ങൾക്ക് സാക്ഷിയായിട്ടാണ് ഭഗവാൻ നിലകൊള്ളുന്നത്. അപ്പം ഈ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾക്കെല്ലാം സാക്ഷി ആര് മാത്രമേ ഉള്ളൂ? ഭഗവാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ഭഗവാന് അനാദിയാണ്. അപ്പോൾ ആ അനാദി കാലത്ത് എന്തൊക്കെ നടന്നു എന്നുള്ളത് നമ്മൾക്കറിയില്ല, നമുക്കതിനുള്ള കഴിവില്ല. നമ്മളുടെ ഇന്ദ്രിയങ്ങൾ പരിമിതമാണ്, നമ്മളുടെ ബുദ്ധി പരിമിതമാണ്, ഭൗതികമായിട്ടുള്ള ബുദ്ധിയാണ് നമുക്കുള്ളത്. അതുകൊണ്ട് കഴിഞ്ഞ കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയെടുക്കാൻ നമ്മൾക്ക് സാധിക്കില്ല. പക്ഷേ എന്നാലും രാധാകൃഷ്ണന്മാർ ഒന്ന് തന്നെയാണെന്നും അവരെ ലീലകൾക്ക് വേണ്ടി അവർ രണ്ടാകുന്നുവെന്നും നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതിനുവേണ്ടി ഇത് കേൾക്കുമ്പോൾ നമ്മളുടെ ഉള്ളിൽ അങ്ങനെ സംശയം സ്വാഭാവികമായിട്ട് സ്വയം ഉടലെടുക്കുന്നു. ഇതൊക്കെ എപ്പോൾ സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു എന്ന് നമുക്ക് തോന്നാം. അപ്പം രാധയിലൂടെ ആ രാധാറാണിയുടെ പ്രേമം എന്താണെന്ന്, എന്തുകൊണ്ടാണ് രാധയ്ക്ക് എന്നോട് ഇത്രയധികം ആകർഷണം തോന്നുന്നത്, അതിന് എന്നിൽ എന്താണ് പ്രത്യേകതയുള്ളത് എന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ ചിന്തിച്ചു. അങ്ങനെ ചിന്തിച്ചപ്പോൾ രാധാറാണിയായിട്ട് ആ ആഹ്ലാദിനി ശക്തി സ്വയം രാധാറാണിയായിട്ട് മാറി. പക്ഷെ ആ രാധാറാണി തന്നെ വീണ്ടും രാധയും കൃഷ്ണനുമായിട്ട് സംയോജിച്ചിട്ടാണ് ശ്രീ ചൈതന്യ മഹാപ്രഭുവായിട്ട് രാധാറാണിയുടെ ഭാവത്തിലും നിറത്തിലും എല്ലാ വികാരങ്ങളോടെയും ഈ ഭൗതിക ലോകത്തിലെ കലിയുഗത്തിലെ പ്രകടമായത്. ഹരേ കൃഷ്ണ. ഇനി ഇത് ഒരു ബാഹ്യ കാരണമാക്കി എന്തുകൊണ്ടാണ് എന്നോട് ഇത്രയധികം സ്നേഹം എന്ന് ഭഗവാൻ സംശയിച്ചു. അതിനു വേണ്ടിയിട്ടാണ്, അത് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ് ശ്രീ ചൈതന്യ മഹാപ്രഭുവായിട്ട് രാധയും കൃഷ്ണനും ഒന്നായിട്ട് അവതരിച്ചത്. ഇനി 6ാമത്തെ ശ്ലോകത്തിലെ ആന്തരിക കാരണങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ശ്രീരാധായ പ്രണയ മഹിമ കീദൃശോ വാനൈവ ആസ്വാദ്യോ യേനാത്ഭുതമധുരിമ കീദൃശോ വാ മദീയഃ സൗഖ്യം ചാസ്യാമദനുഭവത കീദൃശം വേതി ലോഭാൻ തദ്ഭാവാഢ്യ സമജനി ശചീഗർഭ സിന്ധോ ഹരീന്തോ. ഇനി എല്ലാവരും ഏറ്റുചൊല്ലുക.
ശ്രീരാധായ പ്രണയമഹിമ ശ്രീരാധായ പ്രണയമഹിമ ഈദൃശോ വാനയൈവ കീദൃശോ വാനയൈവ ആസ്വാദ്യോ യേനാത്ഭുതമധുരിമ ആസ്വാദ്യോ യേനാദ്ഭുതമധുരിമ മധുരിമ മധുരിമ ദൃശോ വാ മദീയഃ കീദൃശോ വാമദീയഃ സൗഖ്യം ചാസ്യാമദനുഭവതാ സൗഖ്യമദനുഭവതാ കീദൃശം വേതി ലോഭാത് തദ്ഭാവാഢ്യ ശ്രീഗർഭസിന്ധൗ ഹരിന്ദു നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ശ്രീരാധായ പ്രണയമഹിമ കീദൃശോ ആസ്വാദ്യോ യേനാത്ഭുതമധുരിമ കീദൃശോ വാ മദീയഃ ആസ്വാദ്യോ യേനാദ്ഭുതമധുരിമ കീദൃശോ വാമദീയഃ സൗഖ്യം ചാസ്യാമദനുഭവതാദൃശം വേതി ലോഭാത് തദ്ഭാവാഢ്യ സമജനീ ശചീ ഗർഭസിന്ധൗ ഹരീന്ദു മഹിമ കീദൃശോ വാനൈവ ആസ്വാദ്യോ യേനാത്ഭുതമധുരിമ കീദൃശോ വാ മദീയഃ സൗഖ്യം ചാസ്യാമദനുഭവത കീദൃശം വേതി ലോഭാത് തദ്ഭാവാഢ്യ സമജനീ ശചീ ഗർഭസിന്ധൗ ഹരീന്ദു. ശ്രീരാധായ ശ്രീമതി രാധാറാണിയുടെ പ്രണയമഹിമ പ്രേമത്തിന്റെ മഹാത്മ്യം കീദൃശ ഏതു തരത്തിലുള്ള വാ അല്ലെങ്കിൽ അനയ ഈ ഒന്നിനാൽ, ഈ ഒന്നെന്ന് വെച്ചാൽ ഇവിടെ രാധാറാണി, ഏവ മാത്രം, ആസ്വാദ്യ ആസ്വദിക്കപ്പെടുവാൻ, ഏന ആ പ്രേമത്താൽ, അത്ഭുത മധുരിമ അത്ഭുതകരമായ മാധുര്യം, കീദൃശ ഏതു തരത്തിലുള്ള, വാ അല്ലെങ്കിൽ മദീയഃ എൻ്റെ സൗഖ്യം സന്തോഷം, ച അസ്യ അവളുടെ എന്ന് നമ്മൾ പറയില്ല, രാധാറാണിയുടെ, മത് അനുഭവതഃ എൻ്റെ മാധുര്യത്തിന്റെ അനുഭവത്തിൽ നിന്ന്, കീദൃശ്യം ഏതു തരത്തിലുള്ള, വാ അല്ലെങ്കിൽ ഇത് ഇപ്രകാരം, ലോഭാത് ആഗ്രഹത്തിൽ നിന്ന്, തദ് അവൾ രാധാറാണിയുടെ, ഭാവ ആഢ്യ ഉജ്ജ്വലമായ വികാരങ്ങളോടുകൂടി, സമജനി ജന്മമെടുത്തു, ശചീഗർഭ ശ്രീമതി ശചീദേവിയുടെ ഗർഭത്തിൽ, സിന്ധൗ സമുദ്രത്തിൽ, ഹരി കൃഷ്ണ ഭഗവാൻ, ഇന്ദു ചന്ദ്രനെ പോലെ. അപ്പൊ ഇവിടെ ആന്തരിക കാരണങ്ങളാണ് പറയുന്നത്. നിങ്ങളിത് നോട്ട് ചെയ്യുന്നുണ്ടല്ലോ ഇല്ലേ? പറയുമ്പോ ഞാൻ അതിനാണ് വീണ്ടും 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 പറയുന്നത്. ഇതൊക്കെ എഴുതി വെക്കണം. ബാഹ്യ കാരണങ്ങള്, ആന്തരിക കാരണങ്ങള്. രാധാപ്രേമത്തിന്റെ മഹത്വവും ആ പ്രേമത്തിലൂടെ ശ്രീരാധയ്ക്ക് മാത്രം ആസ്വദിക്കാൻ കഴിയുന്ന തന്നിലുള്ള വിസ്മയകരമായ ഗുണങ്ങളും, തന്റെ പ്രേമത്തിന്റെ മാധുര്യം അനുഭവിക്കുമ്പോൾ രാധാറാണിക്കുണ്ടാകുന്ന പരമാനന്ദവും സ്വയം മനസ്സിലാക്കണമെന്ന് ആഗ്രഹിച്ച ഭഗവാൻ ഹരി ശ്രീരാധയുടെ ഭാവവികാരങ്ങൾ പൂർണ്ണമായും ഉൾക്കൊണ്ട് ശചീദേവിയുടെ ഗർഭത്തിൽ നിന്ന് ആവിർഭവിച്ചു. എങ്ങനെ? സമുദ്രത്തിൽ നിന്ന് ചന്ദ്രൻ പ്രത്യക്ഷപ്പെടുന്നത് പോലെ. ശ്രീല പ്രഭുപാദ് കി ജയ്. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവ. ശ്ലോകം ചൊല്ലട്ടെ മാധുരി? ചൊല്ലിക്കോളൂ. സോറി, ഞാനത് വിട്ടുപോയി. ചൊല്ലു. ഹരേ കൃഷ്ണ. ശ്രീരാധായ പ്രണയമഹിമ കീദൃശോ വാനയൈവ ആസാദ്യോ യേനാദ്ഭുതമധുരിമ കീദൃശോ വാ മദീയ
സൗഖ്യം ചാസ്യാമതനുഭവത കീദൃശം വേദി ലോഭാത് തദ്ഭാവാഢ്യ സമജനി സജീ ഗർഭ സിന്ധോ ഹരീന്ദു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇനി ആരെങ്കിലും ചൊല്ലുന്നോ? ആരെങ്കിലും ചൊല്ലുന്നുണ്ടെങ്കിൽ ചൊല്ലും. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് കണ്ടു. ഹരേ കൃഷ്ണ. ശ്രീരാധായ പ്രണയമഹിമാ കീദൃശോ വായൈവ സാധ്യോ യേനാദ്ഭുതമധുരിമാ കീദൃശോ വാ മദീയഃ സൗഖ്യം ചാസ്യ മദനുഭവതഃ കീദൃശം വേത്തി ലോഭാത് സ്വഭാവാഢ്യ സമജനി സജീർഗർഭ സിന്ധൗ ഹരീന്ദുഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. തദ്ഭാവാഢ്യ എന്നാണ്. തദ്ഭാവാഢ്യ. ഭാവാഢ്യ. അപ്പം നമ്മൾ കണ്ടു രാധാകൃഷ്ണന്മാരൊന്നാണ്. അവര് ലീലകൾക്ക് വേണ്ടി രണ്ടായി. പക്ഷെ വീണ്ടും അവരൊന്നായിട്ട് ശ്രീ ചൈതന്യ മഹാപ്രഭുവായിട്ട് അവതരിച്ചു. എന്തിന്? രാധാറാണിക്ക് എന്താണ് ഇത്രമാത്രം ഭഗവാനോടുള്ള അട്രാക്ഷൻ, ആകർഷകത്വം തോന്നാൻ എന്താണ് രാധാറാണിക്ക്? എന്നിൽ, അതായത് ഭഗവാൻ സ്വയം ചിന്തിക്കുകയാണ്, എന്നിൽ എന്താണ് ഇത്രയധികം പ്രത്യേകതയുള്ളത്? ഇപ്പൊ നമുക്കൊരാളിനോട് സ്നേഹം തോന്നണമെങ്കിൽ നമ്മളുടെ ഉള്ളിലുള്ള ആശയങ്ങൾക്കനുസരിച്ചിട്ടുള്ള ഒരു വ്യക്തിയെ നമ്മൾ കണ്ടുമുട്ടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ആ വ്യക്തിയോട് ഒരു അട്രാക്ഷൻ തോന്നിക്കും, ഇല്ലേ? അപ്പൊ ഇവിടെ അതുപോലെ രാധാറാണിക്ക് ഭഗവാനോട് അട്രാക്ഷൻ, അതായത് സേവനം ചെയ്യാൻ ഭയങ്കര താല്പര്യമാണ്. ഭഗവാൻ പറയേണ്ട ഭഗവാന്റെ കാര്യങ്ങളെല്ലാം തന്നെ രാധാറാണി അറിഞ്ഞ് ചെയ്തു കൊടുക്കുന്നു. അപ്പൊ ഇത് കണ്ടിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ അത്ഭുതപ്പെട്ടു. എന്താണ് രാധയ്ക്ക് എന്നോട് ഇത്രയധികം സ്നേഹം? എന്തിനാണ് എന്നെ ഇങ്ങനെ രാധാറാണി ഇങ്ങനെ സേവിക്കുന്നത്? അപ്പം ഇതിന് എന്തെങ്കിലും കാരണം ഉണ്ടാകുമല്ലോ. അപ്പൊ എന്നെ സേവിക്കുമ്പോൾ എന്നിൽ നിന്ന് ഇതിൽ നിന്ന് കിട്ടുന്ന ആനന്ദം എന്താണ്? അപ്പൊ രാധാറാണിക്ക് എന്നോട് ആകർഷകത്വം, അട്രാക്ഷൻ തോന്നണമെങ്കിൽ എന്നിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവണമല്ലോ എന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ സ്വയം ചിന്തിച്ചു. അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രീ ചൈതന്യ മഹാപ്രഭുവായിട്ട് അവതരിച്ചത്. പക്ഷേ ഇവിടെ ഇതുപോലെ നമുക്ക് സാധിക്കുമോ? നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ രണ്ടാകാൻ നമുക്ക് സാധിക്കുമോ? ഇല്ല. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ആ രൂപത്തിലെ പ്രകടമാകാൻ നമുക്ക് സാധിക്കുമോ? ആ വ്യക്തിയുടെ ഉള്ളറിയാനായിട്ട് നമുക്ക് സ്വയം വേറൊരു രൂപം എടുക്കാൻ നമുക്ക് സാധിക്കുമോ? ഇല്ല. അപ്പൊ ഇതിൽ നിന്ന് ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ ശക്തി, അചിന്ത്യമായിട്ടുള്ള ആ ശക്തി വൈഭവത്തെ കുറിച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ നമുക്കറിയാം, സിനിമ, ഡ്രാമയിലൊക്കെ അഭിനയിക്കുമ്പോൾ അവര് പൈസയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിലും തൽക്കാലത്തേക്ക് ആ കഥാപാത്രങ്ങളുമായിട്ട് താതാത്മ്യം പ്രാപിക്കുകയാണ് ചെയ്യുന്നത്, ഇല്ലേ? അഭിനയിക്കാനുള്ള ആ കഴിവ് ഉപയോഗിച്ചിട്ട് ഓരോ കഥാപാത്രത്തിന് അനുസരിച്ചിട്ട് അവർ ആ കഥാപാത്രവുമായിട്ട് സംയോജിക്കുകയാണ് ചെയ്യുന്നത്, കഥാപാത്രം ആകുകയാണ് ചെയ്യുന്നത്. പക്ഷെ അത് കഴിഞ്ഞാലോ, ആ വേഷം അഴിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവര് സാധാരണ മനുഷ്യനാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇത് അതീന്ദ്രിയമായിട്ടുള്ള ലീലകൾക്ക് വേണ്ടിയിട്ടാണ്, അതീന്ദ്രിയ ആനന്ദം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് സ്വയം ശ്രീ ചൈതന്യ മഹാപ്രഭുവായിട്ട് രാധാറാണിയുടെ ഭാവത്തില് ശ്രീകൃഷ്ണ ഭഗവാൻ പ്രകടമായത്. അപ്പൊ ഇത് ഭഗവാന്റെ ആ ഭക്തവത്സലത, ഭക്തവാത്സല്യത്തെയാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. തൻ്റെ ഭക്തന്റെ ആ ഭാവം എന്താണ്, തൻ്റെ ഭക്തൻ എന്നോട് എന്താണ് ഇത്രയധികം വാത്സല്യം, എത്രയധികം സ്നേഹം എന്താണ് എന്ന് സ്വയം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് രാധാറാണിയുടെ ഭാവത്തില് ഭഗവാൻ അവതരിച്ചത്. ഇവിടെ രാധാറാണിയുടെ ഭാവം സ്വീകരിക്കുക മാത്രമാണോ ചെയ്തതല്ല, ഇവിടെ വിപ്രലംബ ഭാവത്തിലാണ്, വിരഹഭാവത്തിലാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു വന്നിരിക്കുന്നത്. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഭാവം എന്ന് പറയുന്നത്. നമ്മളൊക്കെ ഭഗവാനെ പിരിഞ്ഞിരിക്കുന്നവരാണ്, പക്ഷെ നമ്മൾ ആരും ഒരു നിമിഷം പോലും ചിന്തിക്കാറില്ല. ഇതുപോലെ ക്ലാസ്സുകളിൽ ഇരിക്കുമ്പോൾ ഓർമ്മിക്കും, നാമം ജപിക്കുമ്പോൾ ഓർമ്മിക്കും, ഇല്ലേ? അല്ലെങ്കിൽ പ്രഭുപാദരുടെ ബുക്കുകൾ, ഭഗവത്ഗീത, ഭാഗവത ഇതൊക്കെ വായിക്കുമ്പോൾ നമ്മൾ അന്നേരം സ്മരിക്കും. പിന്നെ ആ ഭാഗത്തേക്ക് ഭഗവാനെ കുറിച്ച് നമ്മളുടെ അവബോധത്തിൽ വരികയേയില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. അപ്പം
ഭഗവാനെ ആ വിപ്രലംബ ഭാവം അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഭാവം. ആ ഭാവം എന്താണ് എന്ന ഭാവത്തിൽ എങ്ങനെ ഭഗവാനെ ആരാധിക്കാം എന്ന് നമ്മളെ മനസ്സിലാക്കിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രീ ചൈതന്യ മഹാപ്രഭുവായിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ രാധാറാണിയുടെ ഭാവത്തില് അവതരിച്ചത്. അപ്പം ഭഗവാനെ സേവിക്കുന്നത് കൊണ്ട് രാധാറാണിക്ക് കിട്ടുന്ന ആനന്ദം എത്രയാണോ രാധാറാണി അനുഭവിക്കുന്ന ആനന്ദം അത് എനിക്കും അനുഭവിക്കണം എന്നുള്ള ആഗ്രഹത്തില് എന്താണ് രാധാറാണിക്ക് എന്നെ സേവിക്കുമ്പോൾ കിട്ടുന്നത്, എന്താണ് ഇത്രമാത്രം ആനന്ദം രാധാറാണി അനുഭവിക്കുന്നത്, അത് എനിക്കും അറിയണം, എനിക്കും അനുഭവിക്കണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് ശ്രീ ചൈതന്യ മഹാപ്രഭുവായിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ അവതരിച്ചത്. ഇത് അത്ഭുതമാണ്, ഇല്ല? ഇതൊന്നും നമ്മളാലെ സാധിക്കുന്നതല്ല. നമ്മളൊക്കെ ബദ്ധാത്മാക്കളാണ്, നമുക്കിതേക്കുറിച്ചൊന്നും ചിന്തിക്കാനേ സാധിക്കില്ല. അപ്പം ഭഗവാന്റെ ആ അചിന്ത്യമായിട്ടുള്ള ശക്തി വൈഭവത്തെ ആണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പം ആ ഭഗവാന്റെ അചിന്ത്യമായിട്ടുള്ള ശക്തി എത്രയാണെന്ന് മനസ്സിലാക്കാത്തിടത്തോളം നമുക്ക് ഈ ചൈതന്യ തത്വം മനസ്സിലാക്കാൻ നമുക്കൊരിക്കലും സാധിക്കില്ല. ഭഗവാന്റെ ആ ശ്യാമവർണ്ണം ഉപേക്ഷിച്ചു, ഇല്ലേ? ആ നീല കലർന്ന കറുപ്പ് നിറം ഉപേക്ഷിച്ചിട്ട് സുവർണ നിറത്തിലാണ്. രാധാറാണിയുടെ നിറം ഉരുകിയ സ്വർണത്തിന്റെ നിറമാണ്. ആ നിറത്തോടെയാണ് മഹാപ്രഭുവായിട്ട് അവതരിച്ചത്, ഇല്ലേ? അതുപോലെ സൃഷ്ടിസ്ഥിതി സംഹാരം ഇതെല്ലാം ഞാൻ പരമനിയന്ത്രമാണ്, ഞാൻ സുപ്രീം കൺട്രോളറാണ്, ഞാൻ മെയിൻറ്റൈനറാണ്, ഡിസ്ട്രോയറാണ്, ഇതെല്ലാം മാറ്റിവെച്ചു. നമ്മൾ കാണും ഇതില് ഒരിക്കൽ പോലും ആയുധം എടുത്തിട്ടില്ല, ഇല്ലേ? മഹാദുഷ്ടന്മാരായിരുന്നു ജഗായി മഥായിമാര്. അവരോളം മഹാപാപികളായിട്ട് ആരും തന്നെ ഉണ്ടായിട്ടില്ല. പക്ഷെ അവരെ പോലും തൻ്റെ ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള ഭക്തരാക്കി മാറ്റുകയാണ് ചെയ്തത്. അവരെ വധിച്ചില്ല, വധിക്കേണ്ട സന്ദർഭം വന്നു, പക്ഷെ അവരെ ഭക്തരാക്കി മാറ്റി. അത്രയ്ക്ക് കാരുണ്യമായിട്ടുള്ള ഒരു അവതാരമാണ് ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാരം എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമ്മൾ ആന്തരിക കാരണം, അതായത് ആ പ്രേമത്തിന്റെ മഹത്വം എന്താണെന്ന്, അത് ഒരു ആന്തരിക കാരണം. പ്രേമത്തിന്റെ മഹത്വം എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീ ചൈതന്യ മഹാപ്രഭുവായിട്ട് അവതരിച്ചത്. ഇനി സെക്കൻഡ് റീസൺ, അതായത് രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാല് രാധാറാണി ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ എല്ലാ വികാരങ്ങളും ഇതെല്ലാം രാധാറാണിക്ക് അനുഭവവേദ്യമാകുന്നുണ്ട്, ഇല്ലേ? ശ്രീകൃഷ്ണ ഭഗവാന് കൃഷ്ണൻ രാധാറാണിയും ആനന്ദം കൊടുക്കുന്നു, കൃഷ്ണൻ രാധാറാണിക്ക് അളവറ്റ ആനന്ദം നൽകുന്നുണ്ട്, ഇല്ലേ? അപ്പം കൃഷ്ണൻ ചിന്തിച്ചു, അപ്പൊ എന്നിൽ എന്താണ് ഇത്രയധികം പ്രത്യേകത? നമുക്കൊരാളിനോട് അട്രാക്ഷൻ, ഞാൻ മുമ്പേ പറഞ്ഞു, നമുക്കൊരാളിനോട് ഒരു പ്രത്യേക ആകർഷകത്വം തോന്നണമെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മളുടെ ഉള്ളിലുള്ള സങ്കല്പങ്ങൾ ആ വ്യക്തിയിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഒരു പ്രത്യേക വ്യക്തിയോട് നമുക്ക് ആകർഷകത്വം വരുന്നത്. അപ്പൊ കൃഷ്ണൻ ചിന്തിക്കുകയാണ്, രാധാറാണിക്ക് എന്നോട് ഇത്രയധികം സ്നേഹം തോന്നാൻ, എന്നെ ഇത്രയധികം സേവനം ചെയ്യാൻ രാധാറാണി എന്തുകൊണ്ട് ആഗ്രഹിക്കുന്നു? എന്നെ സേവനം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എനിക്ക് സേവനം ചെയ്യുമ്പോൾ രാധാറാണി അനുഭവിക്കുന്ന ആനന്ദം, ആ സംതൃപ്തി എന്താണ് എന്ന് എനിക്കറിയണമല്ലോ. ഇതാണ് രണ്ടാമത്തെ റീസൺ, കാരണം എന്ന് പറയുന്നത്. ആ മാധുര്യം എന്താണ് രാധാറാണി അനുഭവിക്കുന്നത്. ഇനി മൂന്നാമത്തെ കാരണം എന്താന്ന് വെച്ചാല് ആ സൗഖ്യം, വീണ്ടും അത് തന്നെയാണ് പറയുന്നത്. ആ ആനന്ദം എന്താണ്? എത്ര ആനന്ദമാണ് രാധാറാണി അനുഭവിക്കുന്നത്? എത്ര അനുഭവിക്കുന്നുണ്ടോ അത്രയും ആനന്ദം എനിക്കും അനുഭവിക്കണം എന്നുള്ള ചിന്തയാണ് മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത്. ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾക്ക് എന്തെങ്കിലും ഒരു വസ്തു, ഒരു പദാർത്ഥം ഇഷ്ടമുള്ള ഒരു സാധനമാണെങ്കിൽ നമ്മളത് ഇഷ്ടം പോലെ കഴിക്കും, ഇല്ലേ? ഇപ്പം ഉദാഹരണം പറഞ്ഞാല് മധുര മധുര പലഹാരങ്ങള് ഒരുവിധം എല്ലാവർക്കും മധുര ഇഷ്ടമാണ്, ഇല്ലേ? നമ്മൾ ഭഗവാനെ കൂടെ മധുര പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. അപ്പം മധുര പലഹാരം ഇഷ്ടമുള്ളവരത് ആസ്വദിച്ച് കഴിക്കും. അതേസമയം മധുര ഇഷ്ടമില്ലാത്തവരാണെങ്കിലോ അത് പ്രസാദം എന്നുള്ള ആ രീതിയിൽ അത് കഴിക്കും എന്നുള്ളതല്ലാണ്ട് അതിനെ ആസ്വദിച്ചവര് കഴിക്കില്ല. നമ്മളാണെങ്കിലോ അതിന്റെ കണ്ടന്റ് എന്താണ്, അതെങ്ങനെ ഉണ്ടാക്കുമെന്ന് നമുക്ക് അറിയില്ലെങ്കിൽ നമ്മൾ വേഗം ഒരു ഡിവോട്ടിയോട് അത് ചോദിച്ച് മനസ്സിലാക്കി നമ്മളത് സ്വയം ഉണ്ടാക്കി ഭഗവാന് കൊടുക്കാൻ നമ്മൾ ശ്രമിക്കും. കാരണം എന്താ?
നമുക്ക് ആ മധുരത്തിനോട് നമുക്ക് അത്രയധികം താല്പര്യമുണ്ട്. അത് ഭഗവാന് മധുര പലഹാരങ്ങൾ ഇഷ്ടമാണ് എന്ന് നമുക്കറിയാം, ഇല്ലേ? അപ്പം ആ സ്വീറ്റ്സ് കഴിക്കുന്ന എല്ലാവരും അത് ഒരുപോലെ ആസ്വദിച്ച് കഴിക്കുന്നുണ്ടോ? സ്വീറ്റ്സ് അല്ലെങ്കിൽ മധുര പലഹാരങ്ങൾ ഇഷ്ടമുള്ളവർ അത് ആസ്വദിച്ച് കഴിക്കും, ഇഷ്ടമില്ലാത്തവര് പ്രസാദം എന്ന രീതിയിൽ കഴിക്കും, അത്രേ ഉള്ളൂ, ഇല്ലേ? ചിലർക്കത് കൂടുതൽ രുചികരമായിട്ട് തോന്നും, ചിലർക്കത് അത്ര പിടിച്ചൊന്നും വരില്ല. അപ്പം അതുപോലെ ഭഗവാൻ എന്ന് പറയുന്നത്, ഭഗവാൻ ആനന്ദ സംഭരണിയാണ്, ആനന്ദത്തിന്റെ കലവറയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ, ഇല്ലേ? നമ്മളുടെ മധുരാഷ്ടകം, വല്ലഭാചാര്യരുടെ മധുരാഷ്ടകം നമുക്കറിയാം. അധരം മധുരം, ഭഗവാന്റെ ഓരോ അവയവങ്ങളും മധുരമാണ് എന്നാണ് പറയുന്നത്, ഇല്ലേ? അധരം മധുരം, വദനം മധുരം, നയനം മധുരം, മധുരാധിപതേ അഖിലം മധുരം. അങ്ങയുടെ എല്ലാം തന്നെ, എല്ലാ അവയവങ്ങളും അങ്ങേയറ്റം മധുരിക്കുന്നതാണെന്നാണ് വല്ലഭാചാര്യര് പറയുന്നത്. പക്ഷേ എല്ലാവർക്കും ആ മാധുര്യം അനുഭവിക്കാൻ സാധിക്കുമോ? ഇല്ല. ശുദ്ധ ഭക്തർക്ക് മാത്രമേ അതിൻ്റെ ഒരല്പമെങ്കിലും രുചി അറിയാൻ, ആ അതീന്ദ്രിയ ആനന്ദത്തിന്റെ രുചി അറിയണമെങ്കിൽ ശുദ്ധ ഭക്തർക്ക് മാത്രമേ സാധിക്കൂ. അത് ഒരിക്കലെങ്കിലും അനുഭവിക്കാൻ സാധിച്ചാൽ നമ്മൾ അത് ഉപേക്ഷിക്കത്തുമില്ല. അതിന്റെ പിന്നാലെ നമ്മൾ പരക്കം പാഞ്ഞുകൊണ്ടേയിരിക്കും. ഇനി വീണ്ടും നമുക്കതെങ്ങനെ അനുഭവിക്കാമെന്ന് നമ്മൾ സ്വയം ചിന്തിക്കും. അപ്പം അത് അനുഭവിച്ചത് ആരാണ്? ഗോപികമാര്, അല്ലേ? വൃന്ദാവനത്തിലെ ഗോപികമാർക്ക് അത് അനുഭവിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി. അപ്പം ആ ഗോപികമാരുടെ തലത്തിലുള്ള ഭക്തർക്കും, അതായത് നമ്മളുടെ ആധ്യാത്മിക ഗുരുവിനെ പോലുള്ള ശുദ്ധ ഭക്തർക്കും അത് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ കൃഷ്ണന് നമുക്കറിയാം, ഭാഗവതത്തിൽ ഭഗവാന്റെ ഭക്തരെ കുറിച്ച് പറയുന്നുണ്ട്, ഭഗവാന്റെ ശത്രുതാഭാവത്തിൽ ഭഗവാനെ ആരാധിച്ചവരുടെ കാര്യങ്ങളും പറയുന്നുണ്ട്, ഇല്ലേ? ജരാസന്ധൻ, കംസൻ, ശിശുപാലൻ, ദന്തഭക്തൻ മുതലായവരെല്ലാം അവരെ ശത്രുതാ മനോഭാവത്തോടെയാണ് ഭഗവാനെ ആരാധിച്ചത്. അവര് നിരന്തരം ഭഗവത് സ്മരണയിലായിരുന്നു. പക്ഷെ ഇവനെ എൻ്റെ കയ്യിൽ എപ്പോ കിട്ടും, എന്നിട്ട് വേണം അവനെ വധിക്കാൻ എന്നുള്ള ആ ഒരു പകയോടെയാണ് ഭഗവാനെ എപ്പോഴും സ്മരിച്ചു കൊണ്ടിരുന്നത്. പക്ഷെ ഭക്തരാണെങ്കിലോ, എപ്പോഴാണ് ഭഗവാനെ തങ്ങൾക്ക് കിട്ടുക, തങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് ഭഗവാനുമായിട്ട് എപ്പോഴാണ് ഇടപഴകാൻ സാധിക്കുക എന്ന്, എപ്പോഴാണ് അതീന്ദ്രിയ ആനന്ദം അനുഭവിക്കാൻ സാധിക്കുക എന്നുള്ള ചിന്തയായിരുന്നു ഗോപികമാർക്കും അതുപോലുള്ള ശുദ്ധ ഭക്തർക്കും. അപ്പം ഇവരൊക്കെ ശത്രുതാഭാവത്തിൽ ആരാധിച്ചു ഭഗവാനെ, ഇല്ലേ? അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് ഭഗവാന്റെ ഈ അതീന്ദ്രിയ ആനന്ദം അനുഭവിക്കാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. ഭഗവാനെ ആ ശുദ്ധഭക്തിയുടെ തലത്തിൽ നിന്നുകൊണ്ട് ആരാധിക്കുന്നവർക്ക് മാത്രമേ ആ ആനന്ദം അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്തവർക്ക് ഒരിക്കലും അതീന്ദ്രിയ ആനന്ദം എന്താണെന്നറിയാൻ അവർക്ക് സാധിക്കില്ല. അപ്പം ആ ഭഗവാന്റെ ആനന്ദം അനുഭവിച്ചവരിൽ ഏറ്റവും ശ്രേഷ്ഠയാണ് ആര്? ഏറ്റവും ഉത്തമയാണ് ശ്രീമതി രാധാറാണി. ഗോപികമാരിൽ വെച്ചിട്ട് ഏറ്റവും ഉത്തമയായിട്ടാണ് ആരെ കണക്കാക്കുന്നത്? രാധാറാണിയെ കണക്കാക്കുന്നത്. അപ്പം രാധാറാണി ഭഗവാനെ സേവനം ചെയ്യുമ്പോൾ, ഓരോ സേവനം ചെയ്യുമ്പോൾ അത് കൃഷ്ണൻ അത് ആസ്വദിക്കുകയാണ് ചെയ്യുന്നത്. ഭഗവാനും രാധാറാണിയും ആ സേവനത്തിൽ മുഴുകിയിട്ടാണ് ഓരോ സേവനങ്ങളും ഭഗവാന് ചെയ്യുന്നത്. അപ്പൊ ഭഗവാൻ ആ ആനന്ദം പരിപൂർണമായിട്ടും അനുഭവിക്കാന് ഭഗവാന് സാധിക്കുന്നുണ്ട്. രാധാറാണിക്കും ആ സേവനം ചെയ്യുന്നതിലുള്ള ആനന്ദം രാധാറാണിക്കും കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് അവരുടെ ഓരോ ലീലകളും എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. അപ്പോഴാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ചിന്തിച്ചത്, ഇത്രയധികം ആനന്ദം എങ്ങനെയാണ് രാധാറാണിക്ക് കിട്ടുന്നത്, എനിക്കതൊന്നും അറിയണമല്ലോ എന്നൊരു തോന്നല് ശ്രീകൃഷ്ണ ഭഗവാന് വന്നു. ആ ആനന്ദം എത്രയാണ്? ഇതാണ് മൂന്നാമത്തെ കാരണമെന്ന് പറയുന്നത്. ഇനി ചൈതന്യ ശിക്ഷാമൃതത്തിൽ ഇതൊന്നും കൂടി വിസ്തരിച്ച് പറയുന്നുണ്ട്. രാധാറാണിയുടെ പ്രേമത്തിന്റെ മാഹാത്മ്യം അറിയുവാൻ ആഗ്രഹിച്ചത് കൊണ്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവിന്റെ രൂപം കൈക്കൊണ്ടത് എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് രാധയ്ക്ക് എന്നോട് ഇത്രയേറെ സ്നേഹം? കൃഷ്ണൻ സ്വയം ചോദിക്കുകയാണ് ചെയ്യുന്നത്. രാധാറാണി ഇത്രമാത്രം ആകർഷിക്കണമെങ്കിൽ എനിക്കെന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഒരു യോഗ്യത വേണം. അത് എന്നിലുണ്ടല്ലോ. അതുകൊണ്ടായിരിക്കണം, ഉണ്ടെന്നല്ല പറയുന്നത്, അതുകൊണ്ടായിരിക്കണം രാധാറാണിക്ക് എന്നോട് ഇത്രയധികം സ്നേഹം തോന്നുന്നത്. അപ്പം നമുക്ക് ഇവിടെ അത്ഭുതം തോന്നാം. ശ്രീകൃഷ്ണ ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനാണ്, ഇല്ലേ?
പരമസത്യമാണ്, പരമ്പൊരുളാണ്. അങ്ങനെയുള്ള ശ്രീകൃഷ്ണ ഭഗവാൻ എന്തിനാണ് മറ്റുള്ളവരോട്, പ്രത്യേകിച്ച് സ്ത്രീകളോട് ഇത്രയേറെ ആകർഷത്വം തോന്നുന്നത്? ഇതൊരു വിചിത്രമായിട്ട് നമ്മൾ ചിന്തിക്കാം, ഇല്ലേ? എന്തുകൊണ്ടാണ്? ഭഗവാൻ അങ്ങനെ ആരുടെയും പുറകെ സ്നേഹം തേടി പോവില്ല. ഭഗവാൻ സ്വതന്ത്രനാണ്. ഭഗവാൻ എല്ലാം ഉണ്ട്. സ്വയം ആനന്ദത്തിന്റെ കലവറയാണ്. അങ്ങനെയുള്ള എല്ലാം ഉള്ള ഒരാൾക്ക് മറ്റെന്തിനോടെങ്കിലും ആകർഷകത്വം തോന്നുമോ? ഇല്ല. അപ്പം നമ്മളാണെങ്കിൽ തീർച്ചയായിട്ടും പോകും. കാരണം നമ്മളൊക്കെ ഭൗതിക ജീവികളാണ്. നമ്മളൊക്കെ ഇന്ദ്രിയങ്ങളാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. നമ്മളല്ല നമ്മളുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കാണുന്നത് എന്തിൻ്റെയും പിന്നാലെ നമ്മൾ പോകാനുള്ള ഒരു വാസന നമ്മളുടെ ഉള്ളിലുണ്ട്. പക്ഷെ ഇത് വിചിത്രമായിട്ടാണ് തോന്നുന്നത്. ഭഗവാൻ സ്വയം ആ ആനന്ദത്തിന്റെ ഉറവിടം തേടി അത് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ഭഗവാൻ ആഗ്രഹിക്കുന്നു, ഇല്ലേ? അതും ഒരു സ്ത്രീയുടെ ആനന്ദം. എന്തുകൊണ്ടാണ് രാധാറാണിയിൽ ഞാൻ ആകൃഷ്ടനാകുന്നത് എന്ന് ഭഗവാൻ സ്വയം ഇവിടെ അത്ഭുതപ്പെടുകയാണ് ചെയ്യുന്നത്. രാധാറാണിക്ക് കൃഷ്ണന്റെ സ്നേഹം, എൻ്റെ സ്നേഹം രാധാറാണി അനുഭവിക്കുമ്പോൾ രാധാറാണി അനുഭവിക്കുന്ന ആനന്ദം എത്രയാണ്, അത് എനിക്കും അറിയണം എന്ന് ഭഗവാൻ സ്വയം ചിന്തിച്ചു. അതിനു വേണ്ടിയിട്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ എങ്ങനെ പ്രകടമായത്? ഗൗഡദേശത്ത്, ബംഗാളിലെ ആകാശത്തില്, അതായത് ശചിമാതയുടെ ഗർഭത്തില് പ്രകടമായി. എങ്ങനെ? ഇതുപോലെയാണ്. സമുദ്രത്തിൽ നിന്ന് ചന്ദ്രൻ ആകാശത്തേക്ക് ഉയരുന്നത് പോലെയാണ് ശ്രീ ചൈതന്യ മഹാപ്രഭുവായിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ ഗൗഡദേശത്തിലെ ചക്രവാളത്തിൽ, അതായത് ശചിമാതയുടെ ഗർഭത്തിൽ നിന്നും അവതരിച്ചത് എന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ് ഇവിടെ പറയുന്നുണ്ട്? സമുദ്രമഥന സമയത്താണ് ചന്ദ്രനെ കിട്ടിയത്, ഇല്ലേ? അതുപോലെ ഇവിടെ മഥനം ചെയ്തത് എന്തിനെയാണ്? ആധ്യാത്മിക ചിന്തകളെ, ആധ്യാത്മിക വിചാരങ്ങളെ മഥനം ചെയ്തപ്പോഴാണ് ശ്രീ ചൈതന്യ മഹാപ്രഭുവാകുന്ന ചന്ദ്രന് അവതരിച്ചത്. എവിടെ? ഗൗഡദേശത്തിലെ, ബംഗാളില്. അപ്പം ആ ചൈതന്യ മഹാപ്രഭുവിന്റെ മുഖം അവതരിച്ചപ്പോൾ തന്നെ സ്വർണത്തിന്റെ ശോഭയായിരുന്നു മുഖത്തിന്. അത് ഉപമിച്ചിരിക്കുകയാണ്. ചന്ദ്രന്റെ നിറം നമ്മൾ കാണുന്നതാണ്, അല്ലേ? വെള്ളം വെട്ടിത്തിളങ്ങും. അതേപോലെ മഹാപ്രഭുവിന്റെ ശിശുവായിരിക്കുമ്പോഴേ ഉജ്ജ്വല ശോഭയുടെയാണ് ബംഗാളില് അവതരിച്ചത്. ഇത് ഇവിടെ ഒരു ഉപമാലങ്കാരമാണ്. ഇവിടെ ചന്ദ്രനെ അവിടെ ഉപമിച്ചിരിക്കുകയാണ്. ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാരത്തിനുള്ള അർത്ഥം ആണ് നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ 3 കാരണങ്ങളാണ്. 4-ാമത്തെ ശ്ലോകത്തിൽ, 5-ാമത്തെ ശ്ലോകത്തിലൊക്കെ നമ്മൾ ബാഹ്യ കാരണങ്ങൾ കണ്ടു. 5-ാമത്തേതിലെ ഗൗരതത്വം നമ്മൾ കണ്ടു. 6-ാമത്തേതില് 3 കാരണങ്ങള് നമ്മൾ കണ്ടു. അതായത് രാധാപ്രേമം എന്താണ്? ഒന്നും കൂടി പറയാം. 3 കാരണങ്ങൾ, ആന്തരിക കാരണങ്ങള്. രാധാപ്രേമം എന്താണെന്ന് മനസ്സിലാക്കാൻ, എന്തുകൊണ്ടാണ് രാധയ്ക്ക് എന്നോട് ഇത്രയധികം അട്രാക്ഷൻ തോന്നുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട്, ആ മഹത്വം മനസ്സിലാക്കാനായിട്ട്. പിന്നെ അടുത്തതാണെങ്കിൽ ആ രാധാറാണി എന്തുകൊണ്ടാണ് എനിക്ക് ഇത്രമാത്രം സേവനം ചെയ്യുന്നത്, എന്നെ സേവിക്കുമ്പോൾ രാധാറാണിക്ക് കിട്ടുന്ന ആ ഒരു ആനന്ദം എന്താണ്, സ്വീറ്റ്നെസ് എന്താണ് എന്ന് സ്വയം അനുഭവിച്ചറിയാൻ വേണ്ടിയിട്ട് രാധാറാണി ആ അനുഭവിക്കുന്ന ആനന്ദം എത്രത്തോളമാണ്, എന്നിലപ്പം എന്തെങ്കിലും ഉണ്ടല്ലോ, അത് എന്താണെന്ന് സ്വയം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആണ്. ഇപ്പം പൂക്കളിൽ നിന്ന് വണ്ട് തേൻ കുടിക്കുന്നുണ്ട്, നമ്മൾ കാണുന്നു. എന്നിട്ട് തേൻ കുടിച്ച ഉന്മത്തനായിട്ട് മൂളിപ്പാട്ടും പാടിയാണ് വണ്ടുകൾ പറന്നു നടക്കുന്നത്, ഇല്ലേ? നമ്മൾ കാണാറുണ്ട്. അതപ്പം ഒന്ന് ചിന്തിച്ചു നോക്കൂ. ആ വണ്ടിന്റെ സ്ഥാനത്ത് നിന്ന് വണ്ട് അനുഭവിക്കുന്ന ആനന്ദം, അത് അനുഭവിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളും അതേപോലെ തേൻ കുടിക്കണം. തേൻ കുടിച്ച് നമ്മളും ആ ഉന്മത്ത അവസ്ഥയിൽ എത്തിയെങ്കിൽ മാത്രമേ ആ വണ്ട് എത്രമാത്രം ഉന്മത്തനായിരുന്നു, വണ്ടിന്റെ ഭാവം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പൊ നമുക്കറിയാം, കള്ളു കുടിച്ചിപ്പോ അങ്ങനെ കാണുന്നില്ല. മറ്റേക്കെ റോഡില് ഇങ്ങനെ വീണ് കിടക്കും ആൾക്കാര്, കള്ളു കുടിച്ച് ഒരു ബോധവും ഇല്ലാതെ. അപ്പം അവരെ അവസ്ഥയിലെത്തുമ്പോൾ അവരുടെ വികാരം എന്താണെന്ന് അറിയണമെങ്കിൽ മറ്റൊരാളെ കള്ളു കുടിച്ചു നോക്കണം, എങ്കിലല്ലേ ആ വ്യക്തിക്ക് മനസ്സിലാവുകയുള്ളൂ. അതുപോലെ ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ ചിന്തിക്കുകയാണ്, രാധാറാണിക്ക് എന്നെ സേവിക്കുമ്പോൾ
രാധാറാണിക്ക് കിട്ടുന്ന ആനന്ദം എന്താണ്? എന്നിൽ ഇപ്പൊ പൂക്കളിൽ തേൻ ഉള്ളത് കൊണ്ടാണ് വണ്ട് പൂവിന്റെ സമീപത്തേക്ക് വരുന്നത്. തേനില്ലാത്ത പൂവിന്റെ അടുക്കൽ വണ്ടുകൾ ചെല്ലുമോ? ഇല്ല. അതുപോലെ എന്നിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടല്ലോ, ഉള്ളത് കൊണ്ടാണല്ലോ രാധാറാണി എന്നെ ഇത്രയധികം സേവനം ചെയ്യുന്നതും എന്നെ സ്നേഹിക്കുന്നതും. അതെന്താണെന്ന് എനിക്ക് സ്വയം അനുഭവിച്ചറിയണം, അതും മനസ്സിലാക്കണം. ഇങ്ങനെ 3 കാരണങ്ങളോടെയാണ് ശ്രീ ചൈതന്യ മഹാപ്രഭുവായിട്ട് ശ്രീകൃഷ്ണ ഭഗവാന് അവതരിച്ചത്. ഇപ്പൊ ഇത് മനസ്സിലായി കാണുമല്ലോ അല്ലേ? ഹരേ കൃഷ്ണ. ഇനി അടുത്ത ശ്ലോകം. അപ്പം നമ്മളിവിടെ 1 മുതൽ 6 വരെയുള്ള ശ്ലോകങ്ങൾ നമ്മൾ കവർ ചെയ്തു. 1 മുതൽ 6 വരെയുള്ള ശ്ലോകങ്ങൾ മംഗളാചരണം എന്നാ പറയുന്നത്. അതിലെ വസ്തുനിർദ്ദേശ ആശീർവാദ വസ്തുനിർദ്ദേശം പറഞ്ഞാല് ഈ ഗ്രന്ഥത്തിൽ എന്താണോ ആരെ പറ്റിയാണോ പ്രതിപാദിക്കുന്നത് അതാണ് വസ്തുനിർദ്ദേശം എന്ന് പറയുന്നത്. ശ്രീ ചൈതന്യ മഹാപ്രഭുവാണ് വസ്തുനിർദ്ദേശം. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ആശീർവാദം, അനുഗ്രഹം ചൊരിയുകയാണ്. ഈ ഗ്രന്ഥം ആരൊക്കെ വായിക്കുന്നുവോ മനസ്സിലാക്കുന്നുവോ അവർക്ക് എല്ലാം അവരുടെ ഹൃദയത്തില് സ്വയം ശ്രീ ചൈതന്യ മഹാപ്രഭു എന്നെന്നും വാഴട്ടെ എന്ന് കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തത് നിത്യാനന്ദ പ്രഭുവിന്റെ തത്വത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇനിയുള്ള 7, 8, 9, 10 10 ഇനിയുമുണ്ട്. 7, 8, 9, 10, 11 നിത്യാനന്ദ തത്വത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. സംഘർഷണ കാരണത്വയശായി ഗർഭോദകശായി ച പയോബ്ധിശായി ശേഷശ്ച യസ്യാംശ കലാസ നിത്യാനന്ദാഖ്യ രാമ ശരണം മമാസ്തു. ചൊല്ലു എല്ലാവരും. സംഘർഷണ കാരണത്വയശായി ഗർഭോദകശായി ഉള്ളൂ. ഗർഭോദകശായി ച പയോബ്ധിശായി ശേഷശ്ച യസ്യാംശ കലാസ നിത്യാനന്ദാഖ്യ രാമ ശരണം മമാസ്തു. സംഘർഷണ കാരണത്വയശായി ഗർഭോദകശായി ച പയോബ്ധിശായി ശേഷശ്ച യസ്യാംശ കലാസ നിത്യാനന്ദാഖ്യ രാമ ശരണം മമാസ്തു. സംഘർഷണ ആത്മീയാകാശത്തിലെ മഹാസംഘർഷണൻ. കാരണത്വയശായി കാരണ ഉദകത്തിൽ ശയിക്കുന്ന കാരണോദകശായി വിഷ്ണു. ഗർഭ ഉദകശായി ഗർഭോദക സാഗരത്തിൽ ശയിക്കുന്ന ഗർഭോദകശായി വിഷ്ണു. ച പയ അബ്ധി ശായി പയ അബ്ധി ശായി ക്ഷീരസാഗരത്തിൽ ശയിക്കുന്ന ക്ഷീരോദകശായി വിഷ്ണു. ശേഷ വിഷ്ണുവിന്റെ കിടക്കയായ ശേഷനാഗം. ച യസ്യ ആരുടെ അംശ സമ്പൂർണ്ണ ഭാഗങ്ങൾ കല സമ്പൂർണ്ണ ഭാഗങ്ങളുടെ ഭാഗങ്ങളും. സ അവിടുന്ന് നിത്യാനന്ദാഖ്യ നിത്യാനന്ദ ഭഗവാൻ എന്നറിയപ്പെടുന്ന രാമ ബലരാമൻ ശരണം ആശ്രയം മമ എന്റെ അസ്തു ആയിത്തീരട്ടെ. വിവർത്തനം ശ്രീല പ്രഭുവാദരുടെ. ശ്രീ നിത്യാനന്ദരാമൻ എന്റെ നിരന്തര സ്മരണയുടെ ലക്ഷ്യസ്ഥാനമായി തീരട്ടെ. സംഘർഷണനും അനന്തശേഷനും കാരണഗർഭ ക്ഷീരസാഗരങ്ങളിൽ ശയിക്കുന്ന വിഷ്ണുമാരുമെല്ലാം അവിടുത്തെ സമഗ്ര അംശങ്ങളും അംശങ്ങളുടെ അംശങ്ങളുമാകുന്നു. ഹരേ കൃഷ്ണ. ഇത് നമ്മൾക്ക് അറിയാവുന്നതാണ്. 3 പുരുഷാവതാരങ്ങളെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ആ പുരുഷാവതാരങ്ങൾ എവിടെ നിന്ന് വരുന്നു? എല്ലാത്തിന്റെ സോഴ്സ് ആരാണ്? ശ്രീകൃഷ്ണ ഭഗവാനാണ്. ആ ശ്രീകൃഷ്ണ ഭഗവാനിൽ നിന്നാണ് എല്ലാം വരുന്നത്.
ഭഗവാന്റെ പ്രഥമ വിസ്തരണമാണ് ആര്? ബലരാമൻ ഇല്ലേ? ആ ബലരാമൻ തന്നെയാണ് ചതുർവ്യൂഹങ്ങളായിട്ട് 4 പ്രകടമാകുന്നത്. വാസുദേവൻ, സംഘർഷണൻ, അനിരുദ്ധൻ, പ്രദ്യുമ്നൻ. ഇതൊക്കെ നമുക്കറിയാം. 2 ചതുർവ്യൂഹങ്ങളുണ്ട്. ഒന്ന് പോയ യുഗങ്ങളിലാണ്. ഇപ്പോൾ അവയ്ക്കെല്ലാം ഗോലോകധാമത്തില് പ്രത്യേകം ധാമങ്ങൾ അവയ്ക്കുണ്ട്. ഇപ്പോൾ 2ാമത്തെ ചതുർവ്യൂഹമാണ്. അതും വാസുദേവൻ, സംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ. ഇതില് സംഘർഷണമൂർത്തി തന്നെയാണ് 3 മഹാവിഷ്ണു, അതായത് 3 പുരുഷാവതാരങ്ങൾ കൈക്കൊള്ളുന്നത്. കാരണോദകശായി, ഗർഭോദകശായി, പിന്നെ ക്ഷീരോദകശായി. അതേക്കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പം ഇതെല്ലാം തന്നെ ആരാണ്? ബലരാമനാണ് എന്നാണ് പറയുന്നത്. ബലരാമൻ, പിന്നെ ആര്? കാരണോദശായി സംഘർഷണമൂർത്തി അല്ലെങ്കിൽ മഹാവിഷ്ണു, കാരണോദശായി വിഷ്ണു, ഗർഭോദകശായി വിഷ്ണു, ക്ഷീരോദകശായി വിഷ്ണു. ഇതെല്ലാം സ്വയം ബലരാമൻ തന്നെയാണ്. ആ ബലരാമനാണ് നിത്യാനന്ദ പ്രഭുവായിട്ട് അവതരിച്ചിരിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ഇതേക്കുറിച്ച് വിശദമായിട്ട് അടുത്ത ക്ലാസ്സിൽ. ഹരേ കൃഷ്ണ. ഇന്നത്തേതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ പറയൂ. ഇന്ന് 3 ശ്ലോകങ്ങൾ എടുത്തു. ഇത് റെക്കോർഡറാണോ മാതാജി? ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ദണ്ഡവത് പ്രണാമം മാതാജി. സംഘർഷണൻ, വാസുദേവൻ, പ്രത്യുമൻ, പിന്നെ ഒരാളെ കാര്യം അനിരുദ്ധൻ. അതൊരു യുഗത്തിന്റെ അടുത്ത ക്ലാസ് അതൊരു യുഗത്തിന്റെ ഇതാണോ? അത് കാണിക്കുന്നതാണോ? ഓരോ യുഗങ്ങൾ കാണിക്കുന്നതാണോ? എന്തോ അതങ്ങനെ യുഗങ്ങളിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ വീണ്ടും ഉണ്ട്. ഇപ്പൊ 2ാമത്തെ ചതുർവ്യൂഹമാണ് ഇപ്പോൾ ഉള്ളത്. അത് യുഗ അവതാരമായിട്ടും പറയാം. ഓരോ യുഗങ്ങളിലും നമുക്ക് പറയാൻ ഒക്കില്ല. പക്ഷെ ഇപ്പോൾ ഉള്ളത്, അതിനെ കുറിച്ച് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. ഞാനത് നോക്കിയിട്ട് പറഞ്ഞു തരാം. ഹരേ കൃഷ്ണ. താങ്ക് യു. കൃഷ്ണ. ഹരേ കൃഷ്ണ. അങ്ങനെ ചൈതന്യ ചരിതാമൃതം ഗംഭീരമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കണു. എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ വളരെ പച്ചവെള്ളം പോലെ. എല്ലാവർക്കും ഇല്ലാത്തവരൊക്കെ എത്രയും പെട്ടെന്ന് വാങ്ങുക ചൈതന്യ ചരിതാമൃതം. ഇതിപ്പോ യൂട്യൂബിലൂടെ സംരക്ഷണം ചെയ്യുന്നുണ്ട്. അപ്പൊ വീണ്ടും ഒന്നുകൂടെ